അതുകൊണ്ടാണല്ലോ പൊന്നാനിയിലേക്ക് നിങ്ങൾ ആവേശം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാ? ആദ്യമായിട്ട് സുഹൃത്തിനോട് പറയാനുള്ളത് MP ഫണ്ട് നരേന്ദ്രമോദി സർക്കാർ നിർത്തലാക്കിയ വിവരം താങ്കൾ അറിയോ? പിന്നെ വെട്ടിക്കുറച്ചു. അതോടൊപ്പം ചോദ്യം, അബ്ദുൾ സമദ് സമദാനിയുടെ MP ഫണ്ട് ഉപയോഗിച്ച് ഈ മലപ്പുറം നിരവധിയുണ്ട്, ഒന്നല്ല നിരവധിയുണ്ട്. അതോടൊപ്പം എനിക്കിവിടെ ചോദിക്കാനുള്ളത്, ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങള് ഇവിടെ ജനവിധി എഴുതുമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ പിണറായി വിജയന് ഒരു കേരള യാത്ര നടത്തി, സർക്കാർ സ്പോൺസേഡ് പരിപാടി. എന്തായിരുന്നു പരിപാടി? ഇവിടുത്തെ പൗരപ്രമുഖർ ആരാടി പൗരപ്രമുഖര്? ഇവിടെ പാവപ്പെട്ട സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കാന് 5 പൈസ വരെ ഫണ്ടിലില്ല. അതുപോലെ തന്നെ സപ്ലൈകോയില് ഒരു സാധനമല്ല. അവിടെയാണ് പൗരപ്രമുഖരായിട്ട് ഇവിടുത്തെ ബിനാമി ബിസിനസ്സുകാർ വിളിച്ചു വരുത്തിക്കൊണ്ട് ഭക്ഷണം കൊടുത്തിട്ട് ഇവരെന്ത് ചെയ്തു? അതിൽ പരാതി കൊടുത്ത് സ്ട്രക്ചറിലും ആംബുലൻസിലും വരെ രോഗികളെ കൊണ്ടുവന്നു. ആ പരാതിക്ക് എന്ത് പരിഹാരം കണ്ട് ഇവര്? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഒരു മിനിറ്റ് ഞാൻ വരാം. ഷാമിലേക്ക് വരാം. പറഞ്ഞോളൂ. ഈ ആള് പറഞ്ഞു MP മാർക്കുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. ഇത് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ മാസങ്ങളായി പറയുന്നത്. കേരളത്തിൽ കിട്ടുന്ന വിഹിതം ഇവിടെ ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും പരാജിതനായിട്ടുള്ള ഒരു MP ആയിരുന്നു മലപ്പുറത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ പൊന്നാനിയിലേക്ക് കൊണ്ടോട്ടി ഈ മലപ്പുറം മണ്ഡലത്തിലെ ഏറ്റവും പരാജിതനായിട്ടുള്ള MP ആയിരുന്നു. ലൈവ് കാണുന്നുണ്ട് ആൾക്കാർ. കുഴപ്പമില്ല. ഓക്കെ, രണ്ടു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഒരു നിമിഷം സുഹൃത്തെ, നിങ്ങൾ ആവേശം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാ?